Hello everyone, welcome to Qubit SSC and RRB YouTube channel. ഞാൻ അർച്ചന. നമ്മൾ ഇന്നിവിടെ ബയോളജിയുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ഓർഗാനിസംസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ മീൻ ടു കാറ്റഗറൈസ് ഓർഗാനിസം ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അത് സ്റ്റാർട്ട് ചെയ്തത് ദാറ്റ് ഈസ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ലിനേയസ്, കാൾ ലിനേയസ്, ഫാദർ ഓഫ് ടാക്സോണമി. ഇനി ആ ടു കിങ്ഡം പറയുന്നത് കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയേ. ആൻഡ് നെക്സ്റ്റ് ഫാദർ ഓഫ് ടാക്സോണമി ലിനേയസ്, ആൻഡ് ലിനേയസിൻ്റെ ബുക്കാണ്, ടാക്സോണമിയുടെ ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണ് സിസ്റ്റമ നാച്ചുറേ. പിന്നീട് ബെന്തമാൻ ഹൂക്കർ, നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത് ബെന്തമാൻ ഹൂക്കർ, അവരുടെ ബുക്കാണ് ജനറ പ്ലാന്റേറിയം. ആൻഡ് മൂവിങ് ഓൺ ടു ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ R.H. Whittaker. ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കി തിരിച്ചിരിക്കുന്നതിന് ഫൈവ് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ്. ആ ക്രൈറ്റീരിയയാണ് കോംപ്ലെക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ, സെൽ സ്ട്രക്ചറുടെ കോംപ്ലെക്സിറ്റി, ദെൻ ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ആൻഡ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ കിങ്ഡം മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് ആനിമേലിയേ. And moving on to kingdom Monera. Kingdom Monera includes prokaryotic organisms like bacteria. ഇനി ബാക്ടീരിയനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനകത്ത് ടു ടൈപ്സ് ആണ് വരുന്നത്, ആർക്കേ ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ആർക്കേ ബാക്ടീരിയ മീൻസ് ഹാർഷ് ഹാബിറ്റാറ്റ്സിൽ കാണുന്ന ബാക്ടീരിയ ആണ് ആർക്കേ ബാക്ടീരിയ. ആൻഡ് ആർക്കേ ബാക്ടീരിയ ഇൻക്ലൂഡ്സ് certain types, that is അവരെവിടെ കാണുന്നു എന്നുള്ളതിൻ്റെ ബേസിൽ, അവരുടെ ഹാബിറ്റാറ്റിൻ്റെ ബേസിസിൽ നമുക്ക് അവരെ ഹാലോഫിൽസ്, ദാറ്റ് ഇസ് സീൻ ഇൻ സോൾട്ടി ഏരിയ, തെർമോ അസിഡോഫിൽസ്, ഹോട്ട് സ്പ്രിങ്സ്, ആൻഡ് മെത്തനോജൻസ്, മാർഷി ഏരിയ, ആൻഡ് ഓൾസോ ഗട്ട് ഓഫ് ruminant animals. And then next second category is eubacteria. Eubacteria is also called true bacteria, that is because of presence of a rigid cell wall. In ഈ true bacteria നമുക്ക് രണ്ട് ടൈപ്പ് പറയാം, autotrophic and heterotrophic bacteria. ആൻഡ് ദിസ് ട്രൂ ബാക്ടീരിയനെ ഓട്ടോട്രോഫിക് ഹെറ്ററോട്രോഫിക് ആക്കി തിരിച്ചു. ഓട്ടോട്രോഫിക് മീൻസ് നമുക്കറിയാം അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. ഹെറ്ററോട്രോഫിക് മീൻസ് ഡിപ്പെൻഡ്സ് ഓൺ അതർ ഓർഗാനിസംസ്. ഇനി ഓട്ടോട്രോഫിക്കിൽ രണ്ട് ടൈപ്പാണുള്ളത്, ഫോട്ടോസിന്തറ്റിക് ആൻഡ് കീമോസിന്തറ്റിക് ബാക്ടീരിയ. ഫോട്ടോസിന്തറ്റിക് പറയുമ്പോൾ യു ഓൾ നോ ദാറ്റ് ഇറ്റ് ഇസ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക്കിൻ്റെ എക്സാമ്പിളാണ് സൈനോബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗേ. ബ്ലൂ ഗ്രീൻ ആൽഗേനെ നമുക്ക് BGA എന്ന് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചിലപ്പോൾ BGA എന്നായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദ സെക്കൻഡ് ഇസ് കീമോസിന്തറ്റിക്. കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും കെമിക്കൽസ് യൂസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ. അതിന് എക്സാമ്പിളാണ് സൾഫർ ബാക്ടീരിയ. അവർ സോയിലിലോ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റിൽ കിട്ടുന്ന കെമിക്കൽ ഏതോ അതിനെ യൂസ് ചെയ്തിട്ടാണ് അവർ എനർജി ATP ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവർ അവരുടെ ലൈഫ് പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഹെറ്ററോട്രോഫിക്കിന് എക്സാമ്പിൾ കുറേ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ് ഉണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് ലാക്ടോബാസിലസ്, നമ്മുടെ മിൽക്ക് കേടാക്കുന്ന ആൾ. ഇനി സൈനോബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗേ ഓർ BGA. ഈ ബ്ലൂ ഗ്രീൻ ആൽഗേ ഫസ്റ്റ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷനൊക്കെ വന്ന ടൈമിൽ അതിനെ കിങ്ഡം പ്ലാന്റേലായിരുന്നു പ്ലേസ് ചെയ്തിരുന്നത്. അതിന് കാരണം ദേ പോസസ് ക്ലോറോഫിൽ A വിച്ച് ഇസ് സീൻ ഇൻ ഹയർ പ്ലാന്റ്സ്. ഇനി നോസ്റ്റോക്ക് ആൻഡ് അനബീന, അവരാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയ്ക്ക് കോമൺ ആയിട്ട് കാണുന്ന എക്സാമ്പിൾസ്. അത് നൈട്രജൻ ഫിക്സിംഗ് ആണ്. ആൻഡ് ദേ പോസസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെട്രോസിസ്റ്റ്. അവരുടെ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ അതിൽ നോക്കുമ്പം കുറച്ചുകൂടെ ഒരു ലാർജ് എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സെൽ കാണും, ദാറ്റ് ഇസ് ഹെട്രോസിസ്റ്റ്. ആൻഡ് ഈ സൈനോബാക്ടീരിയ നമ്മൾ കോമൺ ആയിട്ട് കാണും വാട്ടർ ആക്കുന്നത്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും വെള്ളം സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഇവർ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ കംപ്ലീറ്റ് ഗ്രോ ചെയ്ത് ആ വാട്ടറിനെ ഒരു പൊല്യൂട്ടഡ് ആക്കി മാറ്റും. അതിന് വിളിക്കുന്ന പേരാണ് ആൽഗൽ ബ്ലൂം.
Next, heterotrophic bacteria, actually they are decomposers and also they are helpful to human. നമ്മൾ നേരത്തെ പറഞ്ഞു ലാക്ടോബാസില്ലസ് എന്ന് പറയുന്നത് കേർഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ്. ആൻഡ് ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രിപ്പറേഷനിൽ അതേപോലെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള അനബീന നോസ്റ്റോക്ക് പോലെ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഓൾസോ സം ആർ പാത്തജൻ ടു ഹ്യൂമൻസ്. നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഹ്യൂമൻസിന് മാത്രമല്ല പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയാസും ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസും ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇസ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ മീൻസ് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ ദാറ്റ് ലാക്ക് സെൽ വോൾ ആൻഡ് ഇറ്റ് ഈസ് പാത്തജനിക് ആൻഡ് ഓൾസോ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന സെൽ വോൾ ഇല്ലാത്ത സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസ് ആണ് മൈക്കോപ്ലാസ്മ. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ദേ ആർ ഓൾസോ കോൾഡ് ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജിക്കൽ പാർക്ക്. ഇനി പ്ലാസ്മിഡ് എന്ന് പറയുന്നത് സർക്കുലർ, ഈ ഇപ്പം ബാക്ടീരിയാസ് ആവട്ടെ അവരിൽ കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള സെൽഫ് റെപ്ലിക്കേഷന് കേപ്പബിൾ ആയിട്ടുള്ള ജെനറ്റിക് മെറ്റീരിയലിനെയാണ് പ്ലാസ്മിഡ് എന്ന് പറയുക. നമ്മൾ ബയോടെക്നോളജിയിലൊക്കെ വെക്ടറായിട്ട് യൂസ് ചെയ്യും പ്ലാസ്മിഡിനെ. ആൻഡ് നെക്സ്റ്റ് ഇസ് അടുത്ത കിങ്ഡം, ദാറ്റ് ഇസ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം പ്രൊട്ടിസ്റ്റ പറയുമ്പം ദേ ഇൻക്ലൂഡ് യൂണിസെല്ലുലാർ യൂകാരിയോട്സ്. പ്രോകാരിയോട്സ് ആയിട്ടുള്ള ഒരേ ഒരു കിങ്ഡം പറയുന്നത് കിങ്ഡം മൊണേറ. അവിടെ യൂണിസെല്ലുലാർ പ്രോകാരിയോട്സ് ആയിരുന്നു. ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും പ്രൊട്ടിസ്റ്റ ഇൻക്ലൂഡ് യൂണിസെല്ലുലാർ യൂകാരിയോട്സ്. ഇനി അങ്ങോട്ട് കാണുന്ന എല്ലാ കിങ്ഡത്തിനകത്തും യൂകാരിയോട്സ് ആണ് ഉണ്ടാവുക. ഇനി അവരെ തന്നെ നമുക്ക് സെർട്ടൻ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലെജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ് ആൻഡ് പ്രോട്ടോസോവൻസ്. അങ്ങനെ 5 ഗ്രൂപ്പായിട്ടാണ് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുമ്പം ഡയാറ്റംസ്, ഡെസ്മിറ്റ്സ്, ഗോൾഡൻ ആൽഗി ഒക്കെയാണ് അവർക്ക് എക്സാമ്പിൾ. അപ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് വരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡയാറ്റമീഷ്യസ് എർത്ത്. ഈ ഡയാറ്റംസിൻ്റെയൊക്കെ ബോഡിയിൽ അവരുടെ ബോഡി വാളിൽ സിലിക്ക എംബഡഡ് ആയിരിക്കും. ഈ സിലിക്ക ഇങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് എക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു ഹ്യൂജ് മാസ് ആയിട്ടുണ്ടാകും. അതിനെയാണ് ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. ഈ ഡയാറ്റമീഷ്യസ് എർത്ത് നമ്മൾ പെയിൻറ്റിൽ, പോളിഷസിൽ ഒക്കെ അതേപോലെ ഫിൽട്രേഷൻസിൽ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡൈനോഫ്ലെജലൈറ്റ്സ്. അവരുടെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഡൈനോഫ്ലെജലൈറ്റ്സ്, 2 ഫ്ലെജല്ല ഉള്ള ആളുകളാണ് ഡൈനോഫ്ലെജലൈറ്റ്സ് എന്ന് പറയുമ്പം. ഇനി അവർ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഇതേ ഉള്ളൂ, റെഡ് ടൈഡ്. ആക്ച്വലി റെഡ് ടൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും സീ ഒക്കെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളറായിട്ട് മാറും. അതെന്താണെന്ന് വെച്ചാൽ ഇവർ ഈ റെഡ് കളേർഡ് ആയിട്ടുള്ള ഡൈനോഫ്ലെജലൈറ്റ്സ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർ അപ്പർ റീജിയനിലേക്ക് വരും. അവിടെ നിന്ന് റാപ്പിഡ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ കംപ്ലീറ്റ് റെഡ് കളറായിട്ട് എപ്പിയർ ചെയ്യും. അതിനെയാണ് റെഡ് ടൈഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കോമൺലി കോസ്ഡ് ബൈ ഗോണിയോലാക്സ്. നെക്സ്റ്റ് ഇസ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുമ്പം അവരും ഈ പറഞ്ഞ പോലെ കിങ്ഡം പ്ലാന്റയിലായിരുന്നു പ്ലേസ് ചെയ്തിരുന്നത് ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ എ, ദാറ്റ് ഇസ് ഹയർ പിഗ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അവരെ ദേ ആർ കോൾഡ് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സ്ലൈം മോൾഡ് മീൻസ് സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ് ആണ്. അവർ ഒറ്റയ്ക്ക് നിൽക്കില്ല, അവരെപ്പോഴും എഗ്രിഗേറ്റഡ് ആയിട്ടേ നിൽക്കുള്ളൂ. എഗ്രിഗേറ്റഡ് ഫോം ആയിട്ടുള്ള പ്ലാസ്മോഡിയം ഫോം ചെയ്യും. എന്നിട്ട് അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അത് ഡെഡ് ആവും. ആ ടൈമിൽ അവർ സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പോറ് സിസ്റ്റ് ഉള്ളത് കൊണ്ട് അത് എത്ര കാലത്തേക്ക് വേണമെങ്കിലും ഫോർ എ ലോങ് പീരീഡ് അത് അവിടെ കിടന്ന് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ വീണ്ടും ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ സ്ലൈം മോൾഡ് ഫോം ചെയ്യും. പിന്നെ വരുന്നതാണ് പ്രോട്ടോസോവൻസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലെജലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് സ്പോറോസോവൻസ്. അമീബോയിഡ് പ്രോട്ടോസോവൻ മീൻസ് നമുക്കറിയാം അമീബ, ഷേപ്പ്ലെസ് ആയിട്ടുള്ള ആളുകളാണ് അമീബ. ആൻഡ് ഫ്ലെജലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രിപ്പനോസോമയാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന വെക്ടർ. ദെൻ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, ബോഡി ഫുൾ സീലിയ പൊസസ് ചെയ്യുന്ന ആളാണ് പാരമീസിയം. ആൻഡ് സ്പോറോസോവൻ എക്സാമ്പിൾ മലേറിയൽ പാരസൈറ്റ്, ദാറ്റ് ഇസ് പ്ലാസ്മോഡിയം.
ആൻഡ് നെക്സ്റ്റ് കിങ്ഡം ഇസ് കിങ്ഡം ഫംഗൈ. കിങ്ഡം ഫംഗൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. സോ അവർ നമുക്ക് പറയാം ദേ ആർ മോസ്റ്റ്ലി സാപ്രോഫൈറ്റിക് ഓർ സാപ്രോട്രോഫിക്. ഇനി അതിൽ തന്നെ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഒരേ ഒരു ഫംഗസേ ഉള്ളൂ, ദാറ്റ് ഇസ് ഈസ്റ്റ്. ആൻഡ് ബ്രെഡും ബിയറും ഒക്കെ യൂസ് ചെയ്യുന്ന, അതായത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് ഈസ്റ്റ്. പിന്നെ some fungi are parasitic that may cause diseases. ഇനി എക്സെപ്റ്റ് ഈസ്റ്റ് ബാക്കി എല്ലാവരുടെയും, ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലർ ആണ്, ബാക്കി എല്ലാവരും ത്രെഡ് ലൈക്ക് അല്ലെങ്കിൽ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ബോഡി ഉള്ള ആളുകളാണ് ഫംഗൈ പറയുന്നത്. ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഇസ് കോൾഡ് ഹൈഫേ ആൻഡ് ഹൈഫേ ടുഗെദർ കോൾഡ് മൈസീലിയം. ഇനി ഈ ഫംഗൈ സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കും. സിംബയോട്ടിക് അസോസിയേഷൻ മീൻസ് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഇസ് ലൈക്കൻ. ലൈക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലൈക്കൻ ഇസ് കൺസിഡേർഡ് ആസ് എ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. പൊല്യൂഷൻ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളുടെ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിരിക്കും. അതേസമയം പൊല്യൂഷൻ കുറവായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ അവർ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് ഗ്രോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറയുമ്പോൾ ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ ഫംഗസ് അത് താമസിക്കുന്ന പ്രോസസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ ആണ് മൈക്കോറൈസ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഫംഗസ് പ്രൊട്ടക്ഷനും അതേപോലെ ന്യൂട്രിയൻസും പ്ലാന്റിന് കൊടുക്കും. പ്ലാന്റിൽ നിന്നാണെങ്കിൽ ഫംഗസിന് ഫുഡും കിട്ടും, അതേപോലെ ഹാബിറ്റാറ്റും കിട്ടും. അങ്ങനെ വരുന്നൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ളൊരു അസോസിയേഷൻ ആണ് മൈക്കോറൈസ. ഇനി ഫംഗസിന് എക്സാമ്പിളാണ് ആസ്പെർജില്ലസ്, മ്യൂക്കസ്, റൈസോപ്പസ്. റൈസോപ്പസ് ആണ് ബ്രെഡ് മോൾഡ്. അതേപോലെ പെനിസീലിയം ഉണ്ട്, പെനിസീലിയം നൊട്ടേറ്റം, ദാറ്റ് ഇസ് ആൻറ്റിബയോട്ടിക് പെനിസിലിൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പെനിസീലിയം നൊട്ടേറ്റം ഒക്കെയാണ് ഫംഗസിന് എക്സാമ്പിൾ. ആൻഡ് ഓൾസോ നമ്മുടെ മഷ്റൂം, എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ആണ് മഷ്റൂം. ഇനി നെക്സ്റ്റ് ഇസ് കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പ്ലാന്റ്സ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് ആയിട്ട് തന്നെ വരും, പ്ലാന്റ് കിങ്ഡം പറയാൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് ആനിമേലിയ. ആനിമേലിയ ഓൾസോ ദാറ്റ് ഇസ് ഓൾ ആനിമൽസ് കംസ് അണ്ടർ ദിസ് കിങ്ഡം. അതും നെക്സ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്, ആനിമൽ കിങ്ഡം. ഇനി നെക്സ്റ്റ് ഇസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ പറയുമ്പം ഒന്നുമില്ല, ദാറ്റ് ഇസ് നെയിമിംഗ് പ്രോസസ്. ഇനി ഒരു യൂണിഫോം ഇൻ്റർനാഷണൽ നെയിമിംഗ് ഓഫ് ഓർഗാനിസം, ദാറ്റ് ഇസ് ഒരു ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കുക ടു അവോയ്ഡ് കൺഫ്യൂഷൻസ്. അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. എവറി ഓർഗാനിസം ഹാസ് ടു പ്രോപ്പർ നെയിം, ദാറ്റ് ഇസ് എ സ്പീഷീസ് ആൻഡ് എ generic name. The first name is genus and the second is species or the specific epithet. In genus name starts with capital letter and species name with small letter. പിന്നെ that is example Homo sapiens. Homo is genus name, sapiens is species name. So Homo ൽ H capital, S small letter ൽ വരുന്നു. ഇനി പഞ്ചനൻ മഹേശ്വരി popularized the use of embryological characters in taxonomy. ടാക്സോണമിയിലേക്ക് എംബ്രിയോളജിക്കൽ ക്യാരക്ടേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാന്റ് എംബ്രിയോളജി. ഇനി ജോസഫ് ഡാൽട്ടൺ ഹൂക്കർ, വൈഡ്ലി യൂസ്ഡ് നാച്ചുറൽ സിസ്റ്റം ഓഫ് പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ. ഇവരുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു ബെന്തമാൻ ഹൂക്കർ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. വേറെയും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും കുറെ കൂടെ കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത് ബെന്തമാൻ ഹൂക്കർ B&H ക്ലാസിഫിക്കേഷനാണ്. ഇനി ഫാദർ ഓഫ് ടാക്സോണമി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു. ഫാദർ ഓഫ് ടാക്സോണമി ഇസ് കെറോലസ് ലിനേസ് ഓർ കാൾ ലിനേസ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, നമ്മൾ ക്ലാസിഫിക്കേഷൻ വരുമ്പം അതിലെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷീസും അതിൻ്റെ ഹയർ എന്ന് പറയുന്നത് കിങ്ഡം ആണ്. അപ്പം ബേസിക് യൂണിറ്റ് സ്പീഷീസ് ആൻഡ് ഹയർ ഇസ് കിങ്ഡം. അപ്പോൾ അതോടെ നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു, ബേസ്ഡ് ഓൺ ദിസ് ലൂസെൻറ്റ്. ഇനി നെക്സ്റ്റ് സയൻറ്റിഫിക് നെയിംസ്, കുറച്ച് സയൻറ്റിഫിക് നെയിംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഹോമോ സാപ്പിയൻസ്, ദാറ്റ് ഇസ് ഹ്യൂമൻ മാൻ. ഇനി കാറ്റ് പറയുമ്പോൾ ഫെലിസ് ഡൊമസ്റ്റിക്ക, മാംഗോ, മാഞ്ചിഫെറ ഇൻഡിക്ക, ഗ്രാം, സൈസർ എറേറ്റിനം, മസ്റ്റാർഡ്, ബ്രാസിക്ക ക്യാമ്പസ്ട്രിസ്, വീറ്റ്, ട്രിറ്റിക്കം ഈസ്റ്റിവം, ഡോഗ്, കാനസ് ഫെമിലാറിസ്.
ആൻഡ് റൈസ് ഇസ് ഒറൈസ സറ്റൈവ, കൗ ബോസ് ഇൻഡിക്കസ്, housefly Musca domestica and pea is Pisum sativum. With this നമ്മൾ ഈ ഒരു ബയോളജിക്കൽ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. താങ്ക് യു.